ദുനിയാവിൽ ബോധം ഉണ്ടാകുക എന്നാണ് അടിമ ചെയ്യേണ്ടത്. ഒരൊറ്റ കാര്യമുള്ള ബോധം, ഒറ്റ ഒന്ന്, രണ്ടാമത്തൊന്നില്ല. ഒന്ന്, നീ ഫർദ് മാത്രമേ നിർവഹിക്കുന്നുള്ളൂ എന്ന് സങ്കല്പിക്കുക. നീ മഅ്ദൂറാണ്, ഫർദ് മാത്രമേ ചെയ്യുന്നുള്ളൂ. എന്നാൽ നിനക്ക് ബോധം ഉണ്ടായാൽ മതി. ബോധം, നീ എല്ലാം ചെയ്യുന്നുണ്ട്, നിനക്ക് ബോധമില്ലെങ്കിൽ കമൻ ലായ വിഷയം ഒന്നും ചെയ്യാത്തവനെ പോലെയാണ്. ഒരടിമ ഫർദ് മാത്രമേ ചെയ്യണുള്ളൂ, പക്ഷെ അവന് ബോധമുണ്ട് എങ്കിൽ അവൻ എല്ലാം ചെയ്യുന്ന പോലെയാണ്. ഒരടിമ എല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷെ അവന് ബോധമല്ലെങ്കിൽ അവൻ ഒന്നും ചെയ്യാത്തവനെ പോലെയാണ്. ബോധം 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 ബോധം, അതല്ലാത്തൊരു ചർച്ച ഖുർആനിലില്ല. ബോധം. إذا دكت الأرض دكا دكا وجاء ربك والملك صفا صفا وجيء يومئذ بجهنم يومئذ يتذكر الإنسان. അവിടെയാണ് വരച്ചാണ്. ഇടിച്ചു തുളച്ച് ഇതെല്ലാം തുളി തുളിയാക്കപ്പെടും. റബ്ബിൻ്റെ കൽപ്പന വരികയും അത് നടപ്പിലാക്കാൻ മലക്കുകൾ സഫായി നിൽക്കുകയും ചെയ്യും. വജീഅ യൗമഇദിൻ, ആ സന്ദർഭത്തിൽ ജഹന്നമിനെ കൊണ്ടുവരുമ്പോൾ, യൗമഇദിൻ യതദക്കറുൽ ഇൻസാൻ, ആ സമയത്ത് മനുഷ്യന് ബോധം വരും. വഅന്നാ ലഹു ദിക്റ, അപ്പോൾ ബോധം വന്നിട്ട് എന്ത് കാര്യം? അപ്പം പരലോകത്ത് സ്വയമേ ബോധം വരും. അവിടെ ബോധം ഉണ്ടാക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. ദുനിയാവിൽ ബോധം ഉണ്ടാവും. ബോധം, അതാണ് പ്രശ്നം. തല കൊടുത്തിട്ട് ചിന്തിക്കുക, എന്താണ് ഈ പറയണത്? ഒരാളെല്ലാം നിസ്കരിക്കുന്നുണ്ട്, നോമ്പൊൽക്കുന്നുണ്ടല്ലോ, പക്ഷെ ബോധമില്ല. ഒരാൾ ഫർദ് മാത്രം നിസ്കരിക്കുള്ളൂ. നമ്മുടെ കുട്ടിക്കാലത്തെ പോലെ. കുട്ടിക്കാലത്ത് ഫർദ് മാത്രം നിസ്കരിക്കുക, അതിൻ്റെ സുന്നത്ത് നിസ്കരിക്കും, അതിൻ്റെ അപ്പുറത്തേക്ക് നിസ്കരിക്കൂല ഭൂരിപക്ഷം ജനങ്ങളും. എന്തുകൊണ്ട്? അവർക്ക് പണിയാണ്, ക്ഷീണാണ്, തിരക്കാണ്. ഇന്ന് ചെയ്യുന്ന നല്ല കാര്യമല്ലേ? 100% നല്ല കാര്യമാണ്. 100%. ഇപ്പോൾ തെറാബീനും സുബൈക്കൊക്കെ ആളുണ്ട്. ഇന്ന് സുബഹി ജമാഅത്തിൽ ഒരു ജുമാഅക്കുള്ള ആൾ പങ്കെടുത്ത പള്ളികളുണ്ടാവുമല്ലോ. ഉണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. പള്ളികളുണ്ടാകും, എല്ലാം ഉണ്ടാവും, പക്ഷെ ബോധം ഉണ്ടാവില്ല. ബോധം എന്നത് അപ്പോൾ ബോധം വന്നിട്ട് എന്ത് കാര്യം? എവിടെയും അതാ ചർച്ച. يوم يتذكر الإنسان ما سعى وبرزت الجحيم لمن يرى. വലിയ അടി വന്നാൽ, വലിയ അടി വരും, വലിയ അടി, ഇതൊക്കെ കൂട്ടിമുട്ടി തകർക്കും. യൗമ യതദക്കറുൽ ഇൻസാനു മാ സഅ, അന്ന് മനുഷ്യൻ ചെയ്തു കൂട്ടിയതിനെ കുറിച്ച് ബോധം വരും. വബുരിസത്തിൽ ജഹീമു ലിമൻ യറ, അന്ന് ആരുടെ മുന്നിലും നരകത്തെ പ്രദർശിപ്പിക്കപ്പെടും. യൗമ യതദക്കറുൽ ഇൻസാനു മാ സഅ. ഫഇദാ ജാഅത് ത്വാമ്മത്തുൽ കുബ്ര യൗമ യതദക്കറുൽ ഇൻസാനു മാ സഅ, അന്ന് മനുഷ്യൻ ചെയ്തു കൂട്ടിയതിനെ കുറിച്ച് ബോധം വരും. ബോധം. അപ്പം ഈ ഒറ്റ പ്രശ്നമേ ഉള്ളൂ, ബോധം. ആ ബോധം ഉണ്ടാവും. ഇല്ല, വില ബോധമില്ലേ? എന്തിനും കാര്യമില്ല. ബോധം 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 അതൊക്കെ ബോധനം കൊടുക്കണം. ബോധനം കൊടുത്താൽ മുഅ്മിനീങ്ങൾക്ക് ഉപകരിക്കും. ബോധനം കൊടുത്താൽ മുഅ്മിനീങ്ങൾക്ക് എന്തോ ഉപകരിക്കുക? ബോധം ഉണ്ടാവും. മനസ്സിലായില്ല? ബോധനം നൽകണം. ബോധനം നൽകിക്കഴിഞ്ഞാൽ തൻഫഉൽ മുഅ്മിനീൻ, അവിടെ മുഅ്മിനീങ്ങൾക്ക് ഉപകരിക്കും. മനസ്സിലായില്ലേ? ചിന്തിക്ക്. മുഅ്മിനീങ്ങൾക്ക് ഉപകരിക്കും. എന്താ മുഅ്മിനീങ്ങൾക്ക്? ബോധനം കൊടുത്താൽ മുഅ്മിനീങ്ങൾക്ക് ഉപകരിക്കും. എന്താ മുഅ്മിനീങ്ങൾക്ക് ഉപകരിക്കുക? മുഅ്മിനീങ്ങൾക്ക് ബോധം ഉണ്ടാവും. അങ്ങനെ അടിക്കടി പറഞ്ഞു കൊടുത്താൽ ബോധം ഉണ്ടാവും. മുഅ്മിനല്ലാത്തവന് ബോധം ഉണ്ടാവില്ല.
ബോധം അതിനേക്കാളും വലിയൊരു വർത്തമാനം ഇല്ല. ബോധമാണ് വിഷയം. അതന്നെ ബോധമാണ്. ബോധം അതാണ് വിഷയം. അതന്നെ മനുഷ്യൻ ബോധം ഉണ്ടാവണം. ബോധത്തിനെ പറ്റിയല്ലാത്തൊരു ചർച്ചയില്ല എവിടെയും. ഖുർആൻ ബോധത്തിനെ പറ്റിയല്ലാത്ത ചർച്ചയില്ല. إنما أنت مذكر لست عليهم بمسيطر إلا من تولى وذكر ഉത്ബോധനം നൽകണം. ഇന്നമാ അൻത മുദക്കിർ, താങ്കൾ നബിയെ ഒരു ഉത്ബോധനം ചെയ്യുന്ന ആൾ മാത്രമാണ്. ലസ്ത അലൈഹിം ബിമുസൈത്തിരിൻ, അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ അധികാരിയൊന്നുമല്ല. ഇല്ലാ മൻ തവല്ല വകഫർ, കാഫിറാവുകയും പിന്തിരിഞ്ഞു പോവുകയും ചെയ്തവർക്ക് ഉപകരിക്കൂല. ഉദക്കിർ, ഇന്നിപ്പോൾ നമ്മൾ ഓതുന്ന സുഹൃത്താണ് അല്ലേ? പറയും മനുഷ്യന്മാർ വെള്ളിയാഴ്ചല്ലേ ഇന്ന് ഓതുകയും കേൾക്കുകയും ചെയ്യുന്നൊരു സുഹൃത്താണ്. അവിടെ അതന്നെയല്ലേ പറഞ്ഞത്? ഉദക്കിർ ഇന്നമാ അൻത മുദക്കിർ ലസ്ത അലൈഹിം ബിമുസൈത്തിരിൻ ഇല്ലാ മൻ തവല്ല വകഫർ ഫയുഅദ്ദിബുഹു അല്ലാഹു അദാബൽ അക്ബർ. ബോധമില്ലാതെ നടക്കണവനെ അല്ലാഹു ശിക്ഷിച്ചോളും. നിങ്ങൾ ബോധം കൊടുത്താൽ മതി. ബോധം മുഅ്മിനീങ്ങൾക്ക് ഉപകരിക്കും. മുദക്കിർ ഇന്നമാ അൻത മുദക്കിർ ലസ്ത അലൈഹിം ബിമുസൈത്തിരിൻ ഇല്ലാ മൻ തവല്ല വകഫർ ഫയുഅദ്ദിബുഹു അല്ലാഹു അദാബൽ അക്ബർ. ചിന്തിക്കുക. ലസ്ത അലൈഹിം ബിമുസൈത്തിർ ഇല്ലാ മൻ തവല്ല. അങ്ങനെ തന്നെ ഇവിടെ എല്ലായിടത്തും ചർച്ച ബോധമാണ്. അപ്പോൾ എന്താ നമ്മൾക്ക് വേണ്ടത്? ഓരോ സമയത്ത് ഒരു മുഅ്മിനായ മനുഷ്യൻ പരലോകത്ത് എല്ലാവർക്കും ബോധമുണ്ടാവും. എല്ലാവർക്കും ഫിർഔനുണ്ടാവും, ഹാമാനുണ്ടാവും, ഖാറൂനുണ്ടാവും, എല്ലാവർക്കും അബൂജഹലിനും ഉത്ബത്തിനും ഷൈബത്തിനൊക്കെ ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങിയ ബോധമുണ്ടാവും. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ മനുഷ്യന് ഒരുപാട് ഘട്ടമുണ്ട്. ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതെന്ന് പറഞ്ഞാൽ ബോധം സ്വയം ഉണ്ടാക്കണം. റൂഹിന് ഇവിടെ വരുന്നതിന് മുമ്പ് ബോധം ഉണ്ടാവും, ഇവിടെ വന്ന ബോധം ഉണ്ടാവില്ല. ഇവിടെ നിന്ന് ഇറങ്ങിയ ബോധം ഉണ്ടാവും. റൂഹ് ആലമുൽ അർവാഹിൽ ജീവിച്ചിട്ടുണ്ട്. അന്ന് റൂഹിന് ബോധം ഉണ്ടാവും. ഇവിടെ വന്നപ്പോൾ എന്തായിരുന്നു? മണ്ണുമായി കലർന്നു, മണ്ണുമായി കളിച്ചു. മണ്ണുമായി കളിച്ചപ്പോൾ എന്തായി എന്നറിയാം? ശരിക്കും അന്തം അള്ളാഹു തൗഫീഖ് മാത്രം അന്തമുണ്ടായി. ഗൾഫ് പോയി അവിടെ ചെന്ന് നോക്കുമ്പോൾ അവിടെ ഡാൻസും പാട്ടും സിനിമാ നടന്മാരും എന്നും വരും. ദുബായിലാണ് ചെന്ന് അവിടെ സിനിമാ നടന്മാരെ പാട്ടും ടിക്കറ്റ് എടുക്കലും ടിക്കറ്റ് കൊടുക്കലും അതും ഇതും കളിയും തമാശയും. 1500-2000 ദിർഹമിന് പണിയെടുക്കായിട്ടല്ല. പക്ഷേ ഈ സിനിമാ നടന്മാരും നടികളും വരുമ്പോൾ ഓരോ ഡാൻസൊക്കെ കാണാൻ പോകും. 10 പൈസയൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ ഒരു പെരി കേൾക്കാൻ കഴിയൂല. പെണ്ണുങ്ങളും കുട്ടികളും അവിടെ 10 പൈസ ഇല്ലാതെ അന്യാധീനപ്പെടുക. അവൻ്റെ പെണ്ണുങ്ങൾ ആരാൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ടാണ് ജീവിക്കുന്നത്. പിന്നെ അതിനുള്ള അനർത്ഥമൊക്കെ ഓൾക്കുണ്ടാവുമല്ലോ. എൻ്റെ ഓളിഞ്ഞിപ്പോൾ ആരെങ്കിലും കയ്യിൽ നിന്ന് പൈസ വാങ്ങി ജീവിച്ചോട്ടെ, പിന്നെണ്ടാണോ ഒക്കെ ഉണ്ടായിക്കോട്ടെ എന്നൊരു ചിന്തവന് വന്നു. കാരണം ഇവിടുത്തെ ഈ ഡാൻസും പാട്ടും കണ്ടു നോക്കുമ്പോൾ ഇനിയിപ്പോൾ എന്തായാലും വേണ്ടില്ല, ഓൾ അന്യാധീനപ്പെട്ടാലും വേണ്ടില്ല, ഈ പാട്ടും ഡാൻസും കാണാൻ. അവിടെ ചെന്നപ്പോൾ അവിടേക്കനുസരിച്ചതായോ. അപ്പോൾ അവൻ്റെ കയ്യിൽ 10 പൈസ ഉണ്ടായില്ല. തിരിച്ചു വരുമ്പോൾ 10 പൈസ ഇല്ല. എന്തവൻ്റെ പ്രശ്നം? ബോധമില്ല. ഗൾഫ് പോണതിന് മുമ്പ് ബോധമുണ്ട് 10 പൈസ ഉറുപ്പ്യ ഉണ്ടാക്കണമെന്ന്. ഇവിടെ വന്നപ്പോഴും തിരിച്ചെത്തി. എല്ലാം കഴിഞ്ഞവൻ ഔട്ടായി വന്നപ്പോൾ 10 ഉറുപ്പ്യ ഉണ്ടാക്കായിരുന്നല്ലോ പഠിച്ചവനെന്ന് ബോധം വന്നു. ഇനി ഒരു കാര്യമല്ല. ഇതന്നെ മനുഷ്യൻ്റെ ജീവിതം. ആലമുൽ അർവാഹിൽ ബോധം ഉണ്ടായി, ഖബർക്ക് ഇറങ്ങിയ ബോധം ഉണ്ടായി, മഹ്ശറക്ക് ഇറങ്ങിയ ബോധം ഉണ്ടായി, നരകത്ത് കടമ്പോൾ ബോധം ഉണ്ടായി. പക്ഷെ എവിടെ ഉണ്ടായില്ല? എവിടെ ഉണ്ടായില്ല? ഇവിടെ ഉണ്ടായില്ല ബോധം. ഇവിടെയുള്ള ബോധം വേണ്ടത്. അത് ഉണ്ടാക്കണം. അവിടേക്ക് മുഅ്മിനെന്ന് അറിയും. ഇല്ലാത്തവന് തമ്മാടി നിങ്ങൾ എന്ത് പറഞ്ഞോളി. ഓന് കാഫിറാവും ഫാസിഖാവും ഹാസിയാവും ഒക്കെ ആവും. ഓൻ്റെ പേരിന് ഇവിടെ കണക്കില്ല. ഓന് എന്ത് പറഞ്ഞാലും പരാജയപ്പെട്ടവനാണ്. എന്തവൻ്റെ പ്രശ്നം? ഓന് ബോധം ഉണ്ടാക്കേണ്ട സ്ഥലത്ത് അവന് സ്വയം ബോധം ഉണ്ടായില്ല. മഹ്ശറിൽ ചെന്ന് കഴിഞ്ഞാൽ ബോധം ഉണ്ടാക്കേണ്ടതില്ല, സ്വയം ഉണ്ടാവും. ഖബറിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ബോധം ഉണ്ടാക്കേണ്ടാവില്ല, സ്വയം ഉണ്ടാവും. മനസ്സിലായില്ല? ഒരൊറ്റ പണി അബ്ദിനുള്ളൂ. ഇതാണ് ആ പണി. ഈ ദുനിയാവിൽ അവൻ എന്ത് ചെയ്യണം? ബോധം ഉണ്ടാക്കണം, വയറ് കേൾക്കണം. എന്തിന്? ബോധം ഉണ്ടാകാൻ. ബോധം ഉണ്ടാകണ വയറ് കേൾക്കണം. എന്തും കൂടി കേട്ടിട്ട് കാര്യമല്ല. അമേരിക്കയിലും ബ്രിട്ടനിലും വർത്താനം പറഞ്ഞിട്ട് കാര്യമല്ല.
ഇവിടെ ബോധം ഉണ്ടാകണം. ആ ജാതി വയറ് കേൾക്കണം, ഇവിടെ ബോധം ഉണ്ടാക്കണം. സാലിഹ്യങ്ങളെ കൂട്ടത്തിൽ ശ്രേഷ്ഠന്മാരായ സാലിഹ്യങ്ങളെ മജ്‌ലിസിൽ പോയിരിക്കണം. എന്തേ? ഒരിക്കൽ ബോധമുണ്ട്, അപ്പം എനിക്ക് ബോധം ഉണ്ടാവും. ശ്രേഷ്ഠന്മാരുടെ സാലിഹ്യങ്ങളെ മജ്‌ലിസിൽ പോയിരിക്കണം. അപ്പൊ എനിക്ക് എന്തുണ്ടാവും? അവർക്ക് ബോധമുണ്ട്, അപ്പൊ നിനക്ക് ബോധം ഉണ്ടാവും. ഇതൊക്കെ ഞാൻ പറയാൻ കാരണം എന്നറിയാം, അടുത്ത ആഴ്ചക്ക് ഒരു ഉദ്ദേശിച്ച് പറഞ്ഞതാ. അത് നിങ്ങൾ ഇന്നുണ്ടാക്കണം. ബോധം ഇരുന്നുറങ്ങരുത്, നല്ലോണം ചിന്തിക്കണം. നിങ്ങളത്ര തന്നെ ഞാനും ഇന്നലെ അന്തിക്ക് ഉറങ്ങിയിട്ടു. എൻ്റെ മുന്നിൽ ഇരുന്ന് ഉറങ്ങരുത്. എനിക്കും റമളാൻ മാസത്തിൽ നിങ്ങൾ പോലെ തന്നെയാണ്. നിങ്ങളെ റമളാൻ തന്നെയാണ് മൂത്തേർത്തി റമളാൻ. മൂത്തേർത്തി പകുതി റമളാനില്ല. അപ്പം കുറച്ച് ഇടങ്ങാറായിട്ട് തന്നെ എൻ്റെ അവസ്ഥ. റമളാൻ മാസത്തിൽ നമുക്ക് ഇഷ്ടംപോലെ നേരം ഉണ്ടാവില്ല എന്ന് വിചാരിക്കും. പക്ഷെ തീരെ നേരം ഇല്ലാത്ത കാലം റമളാനാണ്. സാധാരണ ചെയ്തിരുന്ന അമല് റമളാനായ കൂട്ടാന്ന് വിചാരിക്കും. നടക്കൂല. റമളാൻ അല്ലാത്ത കാലത്തിൽ 500 സലാത്തില്ലോന് റമളാൻ 1000 സലാത്തില്ലോൻ നടക്കൂല. റമളാനിൽ സ്ഥിരമായി 1000 സലാത്തില്ലോൻ റമളാനിൽ 1500 2000 ചെല്ലാൻ നടക്കൂല. എൻ്റെ സമയം കുറഞ്ഞ കാലം റമളാൻ അല്ലേ? അങ്ങനെയല്ലേ? അങ്ങനെയാണ്. കാരണം നമ്മളെ സ്ഥിരം പണിയുണ്ടാവും, പിന്നെ വേറെ കുറേ പണിയുണ്ടാവും. അപ്പോൾ ആരും ഉറങ്ങണ്ട. ഇത് തല കൊടുത്ത് ചിന്തിച്ചോളി. ഒരു വിഷയം ഞാൻ പറഞ്ഞുതരാം. ആ വിഷയം ഇന്ന് കേൾക്കണം, അടുത്ത ആഴ്ച പറഞ്ഞ കാര്യമില്ല, ഇന്ന് കേൾക്കണം. എന്താണ് നമ്മൾ കേൾക്കുക? അവ്വലുഹു റഹ്മത്തുൻ വ ഔസതുഹു മഗ്ഫിറത്തുൻ വ ആഖിറുഹു ഇത്ഖും മിനന്നാർ. അവ്വൽ റഹ്മത്താണ്, ഔസത്ത് മഗ്ഫിറത്താണ്. അപ്പോൾ 40 ചില്ലാനം 50 10 ഉണ്ട്. 36ഓളം, അതെ 36ഓളം 10ആണ്. 36ഓളം 10ആണ്. 36 എന്ന് ഇംഗ്ലീഷ് കണക്കനുസരിച്ച് 36ലും കൂടും. അറബി കണക്കനുസരിച്ച് 36നേക്കാൾ കുറച്ച് കുറയും. 10 ആണ് ഒരു കൊല്ലത്തിലുള്ളത്. അതിൽ ഒരു 10 അല്ലാഹു തആല മഗ്ഫിറത്തിന് മാത്രം വെച്ചതാണ്. അത് നാളെ മഗ്‌രിബായാൽ ആരംഭിക്കും. ഇന്ന് 9, നാളെ 10. അപ്പോൾ നാളെ മഗ്‌രിബോട് കൂടി ഇനി മനസ്സിലായില്ല, നാളെ 20ന്റെ 10 അവസാനിക്കുന്നത് വരെയും അല്ലാഹു തആല സ്പെഷ്യലൈസ് ചെയ്ത 10ആണ്. എന്തിന്? മഗ്‌ഫിറത്തിന്. എന്താണ് മഗ്‌ഫിറത്തിനെ പറ്റി അല്ലാഹു പറയുന്നത്? നമ്മൾ മെനക്കെട്ടാൽ മതി, കിട്ടും. പേപ്പർ കൊടുക്കേണ്ട സമയത്ത് ഇപ്പോൾ SIR പേപ്പർ കൊടുക്കണം. രാജ്യം ഒരു നിയമമാണ്. അതൊക്കെ കണക്കാണ്. കാരണം അങ്ങനെ ഓനിക്ക് എന്താ വരിക അല്ലാഹു ആയാലും അതൊന്നും നോക്കിയിട്ട് കാര്യം, അതൊന്നും നോക്കണ്ട. എൻ്റെ ഒരു ബന്ധുവിനെ പറ്റി ഇപ്പോൾ ഒരാൾ പറഞ്ഞു, മൂപ്പര് വോട്ടിന് വിളിച്ചാൽ വരില്ല, വോട്ട് ചെയ്യൂല. ഇപ്പോൾ SIR കൊടുക്കാൻ പറഞ്ഞിട്ട് മൂപ്പര് കൊടുക്കണില്ല. അയിമല വരുന്നോക്കണം, വന്നോട്ട് വരുന്നൊക്കെ വരും. പേപ്പർ കൊടുത്ത് ക്ലിയറായി, പേപ്പറിൽ ലിസ്റ്റിൽ പേര് വന്നില്ലെങ്കിൽ പിന്നീച്ച് മുട്ടണം. അങ്ങനെയൊക്കെ വേണമല്ലോ. ദുന്യാവ് എങ്ങനെ അങ്ങനെ തന്നെ ആക്കണം. എൻ്റെ പേരയിൽ വരണം. വോട്ടർ ലിസ്റ്റിൽ എൻ്റെ പേരില്ലേ, ഇത് ക്ലിയർ ചെയ്യണം. ഇപ്പം 2000 വോട്ട് ചെയ്തിരിക്കണമെങ്കിൽ ഇപ്പോൾ ഉപകരിക്കും. അന്ന് വാപ്പ വോട്ടിന് ലിസ്റ്റിലുണ്ടായിട്ടില്ലെങ്കിലോ? വാപ്പ ഉണ്ടായിരുന്നു, ലിസ്റ്റിലുണ്ടായില്ല. അപ്പോൾ നമ്മളെ വാപ്പ, എൻ്റെ വാപ്പ അവസാനം വരെ ഇത്തരം കാര്യത്തിലൊക്കെ ഭയങ്കര ശ്രദ്ധയായിരുന്നു. പഞ്ചായത്തിൽ പോകേണ്ട സമയത്ത് പഞ്ചായത്ത് പോകും, വില്ലേജിൽ പോകേണ്ട സമയത്ത് വില്ലേജിൽ പോകും. വോട്ട് ലിസ്റ്റിൽ നമ്മളെ പേര് മക്കളത് പ്രായപൂർത്തിയാകുമ്പോഴത്തേന് മക്കളതിൽ കൊണ്ടുപോയി ചേർക്കും. എല്ലാം അവരൊക്കെ പഴയ മനുഷ്യന്മാരെന്നാലും അവർ ചെയ്യും. എന്തുകൊണ്ട്? ഇന്നല്ലെങ്കിൽ നാളെ ഇതെല്ലാം ഉപകരിക്കും. ഒരു അനർത്ഥം പിന്നെ ഉണ്ടാകണ്ട. അതിന് സർക്കാർ ദിവസം നിശ്ചയിക്കും. അതെവിടെയും അങ്ങനെയാണല്ലോ. ഇപ്പം മക്കത്ത് പിന്നെ മദീനത്തൊക്കെ ഉള്ള സ്വഭാവമുണ്ട്. ഗൾഫിൽ പൊതുവെ ഇടയ്ക്കിടയ്ക്ക് 4 കൊല്ലം 3 കൊല്ലം കൂടുമ്പോൾ ഒരു 2 ആഴ്ച ഒരു വിടുതൽ സമയം ഉണ്ടാവും. ആർക്ക് വിസല്ലേ ഇക്കാമല്ലേ അവർക്ക് സർക്കാർ തന്നെ അടിയൊന്നും കൊടുക്കൂല. നേരെ ടിക്കറ്റ് എടുത്ത്, സർക്കാർ ടിക്കറ്റ് എടുത്ത് കയറ്റി വിടും. ഇന്നാലിന്ന സ്ഥലത്ത് പോയി നിന്നാൽ മതി. സർക്കാർ പോലീസ് വണ്ടി വരും, കൊണ്ട് ചോദിക്കാനല്ല, എടുക്കും, കയറ്റി കൊണ്ടുപോയി ജയിലിലിട്ട്. ഇന്ത്യൻ എംബസി പാസ്പോർട്ട് ഇല്ല എങ്കിൽ ഇന്ത്യൻ എംബസിന്റെ കടലാസ് ഉണ്ടാക്കി കൊടുത്ത് ഇവനെ നേരെ ഇന്ത്യയിൽ കയറ്റും. ഇല്ലേ? അങ്ങനല്ലേ? അതൊക്കെ കഴിഞ്ഞ് അന്ന് ഒരുത്തൻ അന്തം വിട്ട് നടന്നു. പിറ്റേന്ന് പോലീസ് കൈയാട്ടിയപ്പോൾ അവൻ്റെ കയ്യിൽ ഇക്കാമില്ലെങ്കിൽ അടി ഉറപ്പല്ലേ? എവിടെയായിരുന്നു നമുക്കേജ്? ഇതെന്ന് ആലോചിച്ചാൽ മതി.
അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നും പുറത്തുതരും. പക്ഷെ ആര് ചോദിച്ചാലും പുറത്തുതരാൻ വേണ്ടി 10 ദിവസം അല്ലാഹു ഏർപ്പെടുത്തി. ആര് ചോദിച്ചാലും പുറത്തുതരും. അതാരാണ് ഓൻ? ആരായാലും വേണ്ടിയില്ല, ഓൻ ചോദിച്ചാൽ മതി. അങ്ങനെയല്ലോ ഒരു വിടുതലിന് ഒരു സമയം നിശ്ചയിച്ച പിന്നെ ആര് എന്തെന്ന് ചോദിക്കില്ല. എനിക്ക് വിട്ട് കിട്ടണം എന്ന് ചോദിച്ചാൽ മതി. അല്ലാഹു തആല എന്നും പുറത്തുതരൂലേ? അല്ലാഹു എന്നും പുറത്തുതരൂലേ? പിന്നെ റമളാനിൽ 2-ാമത്തെ 10 മാത്രം പറയണത് അത് അതിന് മാത്രമുള്ളതാണ്. ഏത് കാലത്തും പോലീസ് പിടിച്ചാൽ ഗൾഫിൽ നിന്ന് കയറ്റൂലേ? കയറ്റും. പക്ഷെ അന്ന് കുറച്ച് അനർത്ഥം ഉണ്ടാവും. 1, 2 ആഴ്ച, 4 ആഴ്ച, 2 മാസം, 4 മാസം, 5 മാസം, 10 മാസം ചിലപ്പോൾ എലി കിടക്കേണ്ടി വരും. പിന്നെ അവന്റെ കുടുംബക്കാരുണ്ട് ടിക്കറ്റ് കൊടുക്കേണ്ടി വരും. ഇതൊന്നുമില്ല. സർക്കാർ ടിക്കറ്റ് കൊടുക്കും. തല്ലില്ല, ഒന്നുമില്ല. എവിടെയൊന്നും എന്റെ പാസ്പോർട്ട് ചോദിക്കൂല. അവന് ഇന്ത്യൻ എംബസിന്ന് ആളെ കൊണ്ടുവന്നിട്ട് അവന് ടിക്കറ്റ് ക്ലിയർ ആക്കി എല്ലാം കഴിഞ്ഞ് ടിക്കറ്റ് അവന്റെ കൈ കൊടുത്ത് കയറ്റി വിടും. ഓന് എയർപോർട്ടിൽ വരാൻ വേണ്ടി ഒരു ഓട്ടോറിക്ഷന്റെ പൈസ ചിലവാവില്ല. ജയിലിൽ നിന്ന് ഓനെ എടുത്ത് നേരെ നാട്ടിൽ ഓന് കരിപ്പൂരാണ് എയർപോർട്ട് എങ്കിൽ കരിപ്പൂർ വരെ ടിക്കറ്റ് കൊടുക്കും. സർക്കാർ കൊടുക്കും. ഗൾഫിലെ സർക്കാർ. ഇത് വിടുതിയുടെ കാല. ഓൻ ആര് എന്തെന്ന് ചോദ്യമല്ല, കയറ്റു. ഞാൻ എന്നും കയറ്റൂല, കയറ്റും. അതിന് കുറെ അനർത്ഥം ഉണ്ടാവും. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ ഞാൻ ചോദിച്ചാൽ മതി. പക്ഷെ എന്തു വേണം? ബോധം വേണം. ഞാൻ ചില ഹദീസുകൾ നിങ്ങൾക്ക് കേൾപ്പിക്കാം, ചിന്തിക്ക്. ഇനി ബോധം ഉണ്ടാകാൻ മാത്രം ആ ഹദീസ് മതിയാവും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ചിന്തിക്ക്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. اللهم ارحمني يا ارحم الراحمين. اللهم ارحمني يا ارحم الراحمين. ഇമാം അഹ്മദ് തങ്ങൾ തന്റെ മുസ്നദിൽ രേഖപ്പെടുത്തിയ ഒരു ഹദീസാണ് വായിക്കുന്നത്. ശ്രദ്ധിച്ചോളി. ഇത്ര ഹദീസ് ഭയങ്കര ഫലാണ്. തലയൊക്കെ കയറും. തലയൊക്കെ അല്ലാഹു തആല ഉപകാരമാകാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. ഹബീബായ നബി പറയാണ്, പിരിഞ്ഞു പോരുന്ന നേരത്തെ പിശാച് ഖാല ലില്ലാഹി അസ്സ വജല്ല, അള്ളാഹിനോട് പറഞ്ഞു. പിരിഞ്ഞു പോരുക, തെറ്റി പിരിച്ചു വിട്ടു. ആരെ? പിശാചിനെ, ഇബ്ലീസിനെ. ആ പിരിച്ചു പോരുന്ന നേരത്തെ പിശാച് പറഞ്ഞു, വഇസ്സതിക വജലാലിക, നിന്റെ യോഗ്യതയാണേ സത്യം, നിന്റെ വളർമ്മയാണേ സത്യം. നിന്റെ, എൻ്റെ അല്ല. വഇസ്സതിക വജലാലിക, നിന്റെ ഇസ്സത്തും ജലാലുമാണേ സത്യം. അത് അറിയുന്ന ആളാണല്ലോ ഇബ്ലീസ്. അള്ളാഹിന്റെ ഇസ്സത്തും ജലാലും അറിയുന്ന ആളാണ് ആര്? ഇബ്ലീസ്. വഇസ്സതിക, നിന്റെ ഇസ്സത്താണേ സത്യം. വജലാലിക, നിന്റെ വളർമ്മയാണേ സത്യം. എന്ത്? ലാ അബ്റഹു അഗ്ബി ഇബാദക, ഞാൻ നിന്റെ അടിമകളെ പേപ്പിച്ചുകൊണ്ടേയിരിക്കും. മാ ദാമത്ത് അർവാഹുഹും ഫീ അജ്സാദിഹിം, അവരെ തടിയിൽ റൂഹുള്ള കാലത്തോളം ഞാൻ എന്ത് ചെയ്യും? ലാ അബ്റഹു അഗ്ബി, ഞാൻ പേപ്പിച്ചുകൊണ്ടേയിരിക്കും. ഇബാദക, നിന്റെ അടിമകളെ ഞാൻ പേപ്പിച്ചുകൊണ്ടേയിരിക്കും. മാ ദാമത്ത് അർവാഹുഹും ഫീ അജ്സാദിഹിം, അവരുടെ റൂഹുകൾ അവരുടെ തടിയിലുള്ള കാലത്തോളം. മനസ്സിലായില്ലേ പറഞ്ഞത്? അപ്പൊ പേപ്പിക്കാത്ത ഒരാളുണ്ടാവില്ല. മാതാമത്തെ അർവാഹും, അവരുടെ റൂഹുകൾ ഉള്ള കാലത്തോളം, ഫീ അജ്സാദിഹിം, അവരുടെ ജസദുകളിൽ, അതായത് അവര് തടിയിൽ റൂഹുള്ള കാലത്തോളം എന്നാണ് അതിനർത്ഥം. എന്താ? ചങ്ങായി ജീവിക്കുന്ന കാലത്തോളം. മരിച്ച അഭിനന്ദനം കഴിഞ്ഞില്ലേ? മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ പേപ്പിച്ചുകൊണ്ടേയിരിക്കും. തടിയിൽ റൂഹുണ്ടോ ഞാൻ പേപ്പിക്കും. നിന്റെ ഇസ്സത്താണേ സത്യം, നിന്റെ ജലാലാണേ സത്യം. പേപ്പിച്ചുകൊണ്ടേയിരിക്കും ഞാൻ. ഫഖാല റബ്ബു സുബ്ഹാനഹു അസ്സ വജല്ല, അപ്പോൾ അസ്സ വജല്ലയായ റബ്ബ് പറഞ്ഞു, വഇസ്സതി വജലാലി, നിന്റെ ഇസ്സത്താണ് നിന്റെ ജലാലാണ് സത്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആര് പറഞ്ഞത്? ഇബ്ലീസ് പറഞ്ഞതെങ്കിൽ വഇസ്സതി വജലാലി, എൻ്റെ ഇസ്സത്താണ് എൻ്റെ ജലാലാണ് സത്യം. വർത്തിഫാഇ മക്കാനി, എൻ്റെ സ്ഥാനത്തിൻ്റെ ഉയർച്ചയാണ് സത്യം. ലാ അസാലു അഗ്ഫിർ ലഹും, അവർക്ക് ഞാൻ പുറത്തു കൊടുത്തുകൊണ്ടിരിക്കും. മസ്തഗ്ഫിറുനി, അവർ എനിക്ക് പൊറുക്കലിനെ തേടിയാൽ മാത്രം മതിയോ. എന്താ പറയാൻ?
അവരിന്നാലിനെ ചെയ്യാത്ത കാലത്തോളം, അങ്ങനെ ചെയ്യാത്ത കാലത്തോളം, അങ്ങനെ ചെയ്യാത്ത കാലത്തോളം എന്ന് പറഞ്ഞില്ല. ഇവരെ പേപ്പിക്കൊങ്കിൽ ഞാൻ അവർക്ക് പുറത്തു കൊടുക്കും. അവരെന്ത് ചെയ്താൽ മതി? മസ്തഗ്ഫിറൂനി, അവരെന്നോട് പുറത്തു തരണം പടച്ചോനെ എന്നോട് പറഞ്ഞാൽ മതി. എന്നിട്ട് റബ്ബിനെ എവിടെ കിട്ടും? ഞാൻ ചിലപ്പോൾ ആലോചിക്കാറുണ്ട്, നരകത്ത് പോകാനാ ബുദ്ധിമുട്ട്, സ്വർഗത്ത് പോകാനല്ല. കാരണം എങ്ങനെയെങ്കിലും സ്വർഗത്തിലാക്കാൻ ഉറപ്പിച്ചെടുക്കാൻ ആര്? പടച്ചോന്. അതിനെ പറ്റിയൊരു നബി പറഞ്ഞായിരുന്നു. എന്താ നബി പറഞ്ഞത്? ഞാൻ ആഹുതന്നെ യഹുജസിക്കും, ഞങ്ങളെ ഊരപ്പെട്ടിക്ക് പിടിച്ചിട്ട് വലിച്ചിടും. എൻ്റെ കയ്യിൽ നിന്ന് കൊതറിച്ചാടിയോ മാത്രമേ നരകത്തിലെത്തുള്ളൂ. ഞാൻ ഊരൊക്കെ പിടിച്ച് വലിച്ചിടുക പുറത്തേക്ക്. എന്താ റസൂല് നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലാവും. എങ്ങനെയെങ്കിലും നരകത്തിൽ നടക്കുന്നല്ല അള്ള പറഞ്ഞേ. പിന്നെന്താ പറഞ്ഞേ? എങ്ങനെയെങ്കിലും ഞാൻ നരകത്തിൽ നിന്ന് ഒഴിവാക്കാൻ നോക്കും. ഒരു നബിയെ പറഞ്ഞു, ആ നബിയെ ഞങ്ങൾ ഊരപ്പെട്ടിക്ക് പിടിക്കും, ഞങ്ങൾ ഉടപ്പിൻ്റെ ആ കെട്ടുണ്ടല്ലോ, ഈ കെട്ട് വലിച്ചിടും. എൻ്റെ കയ്യിൽ നിന്ന് കുതിർച്ചാടിയവൻ മാത്രമേ എവിടെത്തുള്ളൂ? നരകത്തിലെത്തുള്ളൂ. കടക്കാൻ ഞാൻ വയ്ക്കൂല. എന്താ ഇബ്ലീസ് പറഞ്ഞത്? لا أبرح أغوي عبادك ما دامت أجسادهم أرواحهم في أجسادهم. റൂഹ് ഒരു മനുഷ്യൻ്റെ തടിയിലുണ്ടെങ്കിൽ ഞാൻ അവനെ പ്രേമിക്കും. അപ്പോൾ പറഞ്ഞു, എൻ്റെ ഇസ്സത്താണ്, എൻ്റെ ജലാലെ, എൻ്റെ മഹത്വമാണ്, എൻ്റെ ഉന്നതമായ അവസ്ഥയാണ്, എൻ്റെ ഔന്നത്യമാണ് സത്യം. ഞാൻ അവർക്ക് പൂർത്തോർത്തുകൊണ്ടിരിക്കും. അവരെന്നോട് പൊറുക്കലിനെ തടിയ മാത്രം മതിയോ? കൊണ്ടേ ഒരു മാലട്ട് കൊടുക്കണ്ട. ചില മതങ്ങളിൽ എന്ത് വേണം? ദൈവത്തിനുണ്ടെങ്കിൽ മാലട്ട് കൊടുക്കണം. ചില അല്ലേ ദൈവത്തിൻ്റെ തലയിൽ കൂടി എണ്ണ ഒഴിച്ചു കൊടുക്കണം, നെയ്യ് ഒഴിച്ചു കൊടുക്കണം, ആ പാലൊഴിച്ചു കൊടുക്കണം. ദൈവത്തിൻ്റെ തലയിൽ കൂടി പാലൊഴിക്കുക, ദൈവത്തിൻ്റെ തലയിൽ കൂടി നെയ്യ് ഒഴിക്കുക, ദൈവത്തിന് പൂമാല കൊണ്ടേയിടുക. നെൽമൂരി അങ്ങാടിയിൽ കാണാം, നിലമുഴുക്കുമ്പോൾ തന്നെ കാണലുണ്ട് പൂമാലൻ്റെ. എല്ലായിടത്തും നോർത്തിൻ്റെ പോയാൽ ഇഷ്ടം പോലെ. ഇവിടെയുണ്ട് കേരളത്തിൽ. നമ്മളെ നിലമ്പൂരാൻ ഇറക്കിറങ്ങണോടത്തുണ്ടോ എന്നും രാവിലെ പൂമാല. എന്തിനാണ് ഈ പൂമാല? ദൈവത്തിന് കൊണ്ട് ഇട്ട് കൊടുക്കാൻ. അപ്പം അതിനൊരു മാല വാങ്ങാനുള്ള പൈസ ഇല്ലാത്തവനും പൊറുക്കില്ലല്ലോ. ഇവിടെ 10 പൈസൻ്റെ ആവശ്യമില്ല. എന്ത് മതി? പടച്ചോനെ ജിൻക്ക് പൊറുക്കണേ മതി, ജിൻക്ക് പൊറുത്താണ്. പക്ഷെ അത് ബോധത്ത് പറയണം. അല്ലാതെ സഫിൻ്റെ അടിയിൽ ഇങ്ങനെ ഇരുന്നപ്പോൾ സഫിൻ്റെ ബാക്ക് കുത്തിരുന്ന് ഇങ്ങനെ പറഞ്ഞ് ഞാൻ നാളെ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക? ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് ഒക്കെ കഴിഞ്ഞ് പിന്നെ റബ്ബൽ എന്തേ പറഞ്ഞൊന്നും അറിഞ്ഞിട്ടില്ല, ചെയ്തിട്ടില്ല, കണ്ടിട്ടില്ല. നവൈത്തു സൗമദിന എന്നതായി അവനത് അറിയുന്നില്ല. എന്നപ്പോൾ നീയത്തുണ്ടായില്ലേ? നീയത്ത് കഴിഞ്ഞ് പാത്തിയൊത്തി ഇറക്കലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഓൻ അറിഞ്ഞിട്ടില്ല. ഓനെന്തില്ല? ബോധമില്ല. അതാ പ്രശ്നം. ആകെ മനുഷ്യൻ ആവശ്യത്തേ ഉള്ളൂ. എന്ത് പറഞ്ഞു വേണ്ട? ബോധം. നമുക്ക് തീരല്ലാത്ത സാധനം ബോധം. ബാക്കിയൊക്കെ ഉണ്ട്. നമുക്ക് നിസ്കാരമുണ്ട്, നമുക്ക് സുന്നത്ത് നിസ്കാരമുണ്ട്, നമുക്ക് തറാവിയുണ്ട്, നമുക്ക് തഹജ്ജുദുണ്ട്, നമുക്ക് എല്ലാം ഉണ്ട്, സദഖയുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ എന്തില്ല? ബോധമില്ല. അങ്ങനെ ബോധം. അതിന് ഓനോട് പൊറുക്കൽ. അതെന്താ? ഇപ്പോൾ കണ്ണ് നിറയും. റബ്ബേ കുറിച്ച് എൻ്റെ അവസ്ഥ നിനക്കറിയാം, എനിക്കറിയാം. ചിലത് എനിക്ക് ഓർമ്മല്ല, നിനക്കോർമ്മയുണ്ട്. ഇത് മറക്കൂല. സിനത്തുൻ വലനോമൻ. അവൻ മറക്കൂല, നമ്മൾ മറക്കും. നമ്മൾ ചെയ്ത തോന്നിയാസത്തിൻ്റെ 99 നമ്മൾ മറക്കും. മറക്കുമല്ലേ? ഉറക്കെ പറ, മറക്കുമല്ലേ? മറക്കും. നമ്മൾ ചെയ്ത തോന്നിയാസത്തിൻ്റെ 99% നമ്മൾ മറക്കും. ആര് മറക്കൂല? അത് മറക്കൂല. അപ്പം എൻ്റെ പഠിച്ചവനെ ജിൻകുറിച്ച് തരണം. മനസ്സിലായില്ലേ? ചിന്തിക്കണം. ഒരു ബോധം ഉണ്ടായാൽ മതി. ബോധം. ഇപ്പം ഈ ആഴ്ച വേണ്ട, എൻ്റെ ഈ 10 എന്താ വേണ്ടോ? എനിക്ക് റഹ്മത്ത് വേണം. അപ്പം അല്ലാഹുമ്മ റഹ്മനി എന്ന് പറയുമ്പോൾ ഇത് റഹ്മത്തിൻ്റെ 10 ഇന്ന് നാളെ കൂടി വാങ്ങിച്ചു പോകണം. അപ്പം നാളെ മഗ്‌രിബ് മുമ്പ് റഹ്മത്ത് വാങ്ങിച്ചു പോകണം. കഴിഞ്ഞാൽ കിട്ടൂലേ? കിട്ടും. പക്ഷെ അതിൻ്റെതായ കടലാസം ഉണ്ടാക്കലുണ്ടാവും. വാർഡ് മെമ്പർ വീടാന്തരം നടക്കാണ് SIR കടലാസ് എഴുതി കൊടുക്കാൻ. അതിന് കഴിഞ്ഞാൽ ഓന് വേറെ പണി ഉണ്ടാവുമല്ലോ.
പിന്നെ എൻ്റെത് പൂരിപ്പിച്ചില്ലല്ലോ, അക്ഷയ പോയിക്കോന്നാ പറയും. ഞാൻ അക്ഷയ പോയിട്ട് പിന്നെ അവിടെ അക്ഷയയിൽ വലിയ തിരക്കാണ്, അതിന് സമയം കഴിഞ്ഞു, നിങ്ങൾ വേറെ ഒഴിവുള്ള ദിവസം വരും, ഇന്ന് ഇവിടെ കറ്റൂല, ഇന്ന് തിങ്കളാഴ്ച ഇന്ന് നടക്കൂല, ഇന്ന് ചൊവ്വാഴ്ച നടക്കൂല, നിങ്ങൾ ശനിയാഴ്ച ഉച്ചന് ശേഷം വരും, എന്നാൽ ആൾ കുറവായിരിക്കും, അപ്പോൾ ഞാൻ നോക്കട്ടെ, അങ്ങനെയൊക്കെ പറയും. മറ്റേ അങ്ങനെയല്ല, എൻ്റെ പൊരേക്ക് വന്നു, ഒന്നും വേണ്ട, ഇജ്ജ് എൻ്റെ ആധാർ മറ്റും എടുത്തോട്ട് ഇജ്ജ് പാടത്ത് പോയിക്കോ, ഓനെ ലെവലാക്കി ക്ലിയറാക്കി അതിൻ്റെ സ്ഥലത്തേക്ക് ഓനെ കൊണ്ട് പാടത്ത് വന്നോ എന്നെ കൊണ്ട് ഒപ്പിടിച്ചു പോകും. അതോൻ്റെ ഉത്തരവാദിത്തമാണ്. അന്ന് ചന്തം വിട്ടു. അന്നോ വന്നപ്പോൾ എന്ത് പറഞ്ഞു, ഇവിടെ ഒന്നൊന്നും നേരല്ല ചോദിക്കോ. ഇനി ഒരു കാലത്ത് ഓൻ്റെ കാല് പിടിച്ച് നടന്നാലോ കിട്ടൂല. അന്നും ക്ലിയറാവില്ല, ക്ലിയറാവും, പക്ഷെ അതിമ നടക്കേണ്ടി വരും കുറെ. ചിലപ്പോൾ ഹൈക്കോടതി പോയിട്ട് എന്ത് ചെയ്യേണ്ടി വരും, പ്രത്യേകമായ ഒരു റിട്ട് ഹർജി കൊടുക്കേണ്ടി വരും. അവിടെ ഹൈക്കോടതി വക്കീലിനെ കാണണമെങ്കിൽ തന്നെ 1 ലക്ഷം റുപ്യ കിട്ടിയേക്കേണ്ടി വരും. എൻ്റെ പെരിയിൽ വന്നതാ, ഇയാന്ന് ശ്രദ്ധിക്കാത്തതാണ്. അപ്പൊ നമ്മളെ വീട്ടിലേക്ക്, നമ്മളെ അടുത്തേക്ക് അള്ളാന്റെ റഹ്മത്തിന്റെ മലക്കുകൾ വന്ന് പറയാം, ചെങ്ങായി നാളെ മഗ്‌രിബിന്റെ മുമ്പ് ഒരു കൊല്ലത്തിന്റെ റഹ്മത്ത് വാങ്ങിച്ചോ. ഇത് കഴിഞ്ഞ വ്യാഴാഴ്ച ബുധനാഴ്ച വൈകുന്നേരം തുടങ്ങിക്കണ് ഇല്ലേ, ഈ ഇന്നലെയല്ല മിഞ്ഞാന്നല്ല എന്ന് റഹ്മത്തിന്റെ 10 എന്നാ തുടങ്ങി? കഴിഞ്ഞ ബുധനാഴ്ച. ഈ ബുധനാഴ്ച കഴിഞ്ഞ ബുധനാഴ്ച അല്ല, അതിന്റെ മേലത്തെ ബുധനാഴ്ച മഗ്‌രിബിന് തുടങ്ങിയിട്ട് എന്ത് മാസം ഉറപ്പിച്ചു ഇല്ലേ? പറയും ചൊവ്വാഴ്ച തുടങ്ങുന്നു നമ്മൾ വിചാരിച്ചു, ചൊവ്വാഴ്ച മഗ്‌രിബിനും കാളിയന്മാർ അറിയിച്ചു, ഇല്ല ഈ 30 പൂർത്തിയാക്കാണ് ഷാബാൻ, ആയിക്കോട്ടെ. അപ്പൊ എല്ലാവർക്കും ഉറപ്പായല്ലോ, ബുധനാഴ്ച മഗ്‌രിബോട് കൂടി എന്തായി, റമളാനായി. അപ്പൊ എന്തും തുടങ്ങി, അവ്വലുഹു റഹ്മ, റഹ്മത്ത് 10 ദിവസം വാങ്ങിച്ചോ. വേറെയുള്ള കാലത്തോ കിട്ടൂല എന്നല്ല, പക്ഷെ അതിന് പണി ഉണ്ടാവും. ഇപ്പോഴോ അതിനായിട്ട് ചോദിക്കണവർക്കൊക്കെ കൊടുക്കാൻ പഠിച്ചോ റഹ്മത്ത്, അവ്വലുഹു റഹ്മ. അപ്പൊ ഇന്നും നാളെയും കൂടി അത് വാങ്ങിക്കണം, പിന്നെ കിട്ടൂല എന്നല്ല. പറഞ്ഞല്ല ആദ്യത്തെ റഹ്മത്താണ്, ശരിക്കും റഹ്മത്ത് തരണം. ഈ കൊല്ലത്തിനോട് റഹ്മത്തൊക്കെ ഇന്നും നാളെയും കൂടി ഉള്ളൂ, പിന്നൊക്കെ അതിൻ്റെ പ്രൊസീജിയർ ഉണ്ടാവും. ഇതൊന്നുമില്ല, ചുറ്റുക്കൊക്കെ ഇങ്ങനെ വാരി കൊടുക്കും. നാളെ മഗ്‌രിബായാലോ കല്ലാസ് മാറ്റി, രണ്ടാമത്തത് മഗ്‌ഫിറത്ത. അപ്പൊ നാളെ മഗ്‌രിബായാൽ പുറുക്കൽ കൊടുക്കും, പ്രത്യേക പുറുക്കൽ. എന്താ പറഞ്ഞത്? എടാ ഇബ്ലീസേ, തടിയിൽ റൂഹുള്ള കാലത്തോളം നീ ജനങ്ങളെ പിഴപ്പിക്കുമെങ്കിൽ ഞാൻ അവർക്ക് പുറത്തു കൊടുത്തുകൊണ്ട് ഇരിക്കും. അവൻ എന്നോട് പുറത്തു തരണേന്ന് പറഞ്ഞാൽ മതിയാവും. അതിനു വേണ്ടി മാത്രമുള്ള 10 നാളെ മഗ്‌രിബിന് ആരംഭിക്കും. നമുക്ക് എന്താ വേണ്ടത്? എന്താ വേണ്ടത്? ബോധം. ഇനി ഏതൊക്കെ ദോഷത്തിനെന്ന് പറഞ്ഞുതരാം. ആ ഹരി തുണി കഴിഞ്ഞാൽ നമ്മൾ വിശ്വാസിച്ചു. ഏതൊക്കെ ദോഷത്തിനെന്ന് പറഞ്ഞുതരാം. ഹബീബായ റസൂലുള്ള പറയാ, അല്ലാഹ് പഠിച്ചോനെ, ഹബീബായ നബി പറയാ, അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, യബ്ന ആദം, ആദമിന്റെ മകനെ, ആദമിന്റെ മകളെ, ഇന്നക മാ ദഅൗതനി വറജൗതനി ഗഫർതു ലക്, നീ എന്നോട് ദുആർക്കുകയും എന്നെ പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന കാലത്തോളം ഞാൻ നിനക്ക് പുറത്തു തരും. തീർച്ചയായും നീ ഇന്നക മാ ദഅൗതനി വറജൗതനി ഗഫർതു ലക് ولا أبالي يا ابن آدم لو بلغت ذنوبك عنان السماء ما استغفرتني غفرت لك. എത്ര കുറ്റുണ്ടായാലും ولا أبالي ഞാൻ വിഷയമാക്കുകയില്ല. ابن آدم, ആദമിന്റെ മകളെ ഞാൻ പ്രശ്നമാക്കുകയില്ല. നിന്റെ ദോഷങ്ങൾ എത്തിയാലും ആകാശത്തിന്റെ മുകൾ പരപ്പ് വരെ. ഭൂമിയൊക്കെ നിറഞ്ഞിട്ട് പിന്നെയാണ് പൊന്തി. ഭൂമി നിറച്ചൊന്നുമല്ല കുറ്റം ചെയ്ത്. ഭൂമിയിൽ നിന്ന് കുറ്റം ചെയ്തിട്ട് ഭൂമിയെ കാണാതായി. എവിടെ എത്തുന്നവരെ കുറ്റം ചെയ്തു? എൻ്റെ ആ കുറ്റട് കൂട്ടി നോക്കുമ്പോൾ ആകാശത്തിന്റെ മുകൾ പരപ്പ് വരെ ഉണ്ട്. പിന്നെ സുമ്മസ്തൗഫർത്തനി, പിന്നെ ചിന്നോട് പൊറുക്കലിനെ തെറിയാൻ ഞാനാ കുറച്ച് എന്താ കേൾക്കണത്? നമുക്ക് എത്ര വേണ്ടുള്ളൂ? പറയാം മനുഷ്യന്മാരെ, ബോധം വേണം പഠിച്ചോനെ. അതൊക്കെ ഒരു ഒറ്റക്ക് കുത്തിരിക്കുക.
ഖൽവത്ത് ഒരൊറ്റക്കിരിക്കുക. ഇന്നും പറ്റും. ഇന്ന് റഹ്മത്തിന് വേണ്ടി ഒറ്റക്കിരിക്കുക, നാളെയും മഗ്‌രിബ് വരെ. പിന്നെ പറ്റൂലെന്നല്ല, എന്തൊരു പ്രശ്ന സമയമാണ്. ഒരു ദേശം ഒറ്റ കുതിർക്കുക. റബ്ബേ, എൻ്റെ കാര്യം പോക്കാണ്, എൻ്റെ കുട്ടീനെ കെട്ടിച്ചിട്ടില്ല, ഞാൻ എൻ്റെ കയ്യിലൊന്നുമില്ല. റബ്ബേ, എനിക്ക് ഈമാണ്ട് നിനക്ക് ഉറപ്പില്ല, എനിക്ക് റഹ്മത്താണല്ലോ ഈമാൻ തരണം. റബ്ബേ, എനിക്ക് എന്ത് തോന്നിയാസം പൂർത്തിയാണ്, അത് ചിന്ന നന്നാക്കി തരണം. തോന്നിയാസം ഇല്ലാതെ അത് അള്ളാഹുവിൻ്റെ റഹ്മത്തല്ലേ. ഒരു മുഅ്മിനായ മനുഷ്യന് അവൻ അള്ളാഹ് ഇഷ്ടപ്പെട്ട മുഅ്മിനാണെങ്കിൽ അവൻ തെറ്റിയാൽ വെറുപ്പായിരിക്കും. തെറ്റിയാൻ കഴിയൂല. എന്ത് സൗകര്യം കിട്ടിയാലും കിട്ടിയിട്ടുണ്ട്. ഈ ക്ലാസ്സിൽ വരുന്ന ഒരു സാലിഹ മനുഷ്യൻ, കുറച്ച് വയസ്സായിട്ടുണ്ട്. അവൻ എന്നോട് ദിവസം ഈ കൊല്ലം ഒരു ദിവസം എന്നോട് വന്നാൽ പറഞ്ഞു, ഉസ്താദേ, എൻ്റെ ആ കാര്യം അറിയോ, ഞാൻ ഒരു ദിവസം പെരുന്നാളിന് എൻ്റെ ഒരു ചങ്ങായി കൊണ്ടുപോയി, നമുക്കൊരു വഴിക്ക് പോവുക. അങ്ങനെ പോയി അങ്ങനെ കൊണ്ടുപോയി ഒരു വേശ്യയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയത്. അങ്ങനെ വേശ്യയുടെ വീട്ടിലെത്തി. പെരുന്നാൾ ദിവസം വേശ്യയുടെ വീട്ടിലെത്തി. അപ്പോൾ തോന്നിയാസം ചെയ്യണം. ആ വേശ്യ സ്ത്രീയെ ഞാൻ കണ്ടു. അങ്ങനെ സൂര്യനെ പോലെ കത്തുന്ന ചോർക്ക്. ഞാനവിടെ നിന്ന് ഇറങ്ങി. ഇതിന് ചിന്ന കണക്ക് കണ്ടിട്ടോ, ഞാൻ ഉണ്ടാവില്ല. അള്ളാഹിനെ പേടി, ഞാൻ ഉണ്ടാവില്ല. ആ തോന്നിയാസത്തിന് എന്നെ കിട്ടില്ല. ഞാൻ ഇറങ്ങി പാഞ്ഞു. അപ്പോൾ അവന് പാഞ്ഞു. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അവർക്ക് മനസ്സറിഞ്ഞ് പറയാം, അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ചില ആൾ എന്തെങ്കിലും മോമിനാണ്. മോമിനെ ആടിനെ വെള്ളത്തെ വിളിച്ചാലും അവന് വെറുപ്പാണ് തെറ്റിനോട്. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തട്ടെ. ആ അവസ്ഥയ്ക്ക് നമുക്ക് എത്തില്ല എന്ന് വെക്കാം. ചോദിച്ചു വാങ്ങണം പറ്റുന്ന സമയം. അപ്പോൾ അത് റഹ്മത്താണ്. എന്ത്, എനിക്ക് ഹറാമ വെറുപ്പാണ്, എനിക്കത് പറ്റൂല, എനിക്കത് കഴിയൂല. ആ അവസ്ഥയ്ക്ക് ഞാൻ ആക്കി തരണം. ഒരാളുടെ പൈസ കൈക്കൂലി വാങ്ങാനോ കട്ടെടുക്കാനോ കഴിയൂല, അവസ്ഥയ്ക്ക് എന്നെ ആക്കി തരണം. എനിക്ക് തെറ്റ് ചെയ്യാൻ കഴിയൂല, അവസ്ഥയ്ക്ക് എന്നെ ആക്കി തരണം. മനസ്സിലായില്ലേ? ചിന്തിക്കണം. എല്ലാവർക്കും മുഴുവനും ദീനം. അപ്പോൾ ഒരാളിനോട് പറഞ്ഞു, ഇന്നാലിനൊരു പാമ്പിൻ്റെ വെള്ളിക്കോല ഉണ്ടാക്കിയിട്ട് ഇന്നാലിട്ട് കൊണ്ട് കൊടുത്തതാ. ഇവിടെ വന്ന് പറഞ്ഞ ആളാ, പറഞ്ഞതാ. എന്നോട് പറഞ്ഞതാരാ? അവർ തലയിൽ കെട്ടിയ ആളാ. ഇവിടെ പാമ്പിൻ്റെ കോല ഉണ്ടാക്കി എന്നെ കൊണ്ട് കൊടുത്തതാ. ഒരു വെള്ളി കൊണ്ട് പാമ്പിൻ്റെ കോല ഉണ്ടാക്കിയിട്ട് ഇന്ന സ്ഥലത്ത് കൊണ്ടുപോയി കൊടുത്താൽ നിൻ്റെ കൂടോത്രം അവസാനിക്കുമെന്ന് പറഞ്ഞു. ഞാൻ കൊല്ലങ്ങളായി കൂടോത്രം കൊണ്ടും വരിയിൽ സുഖമില്ല, അങ്ങനെ കഷ്ടപ്പെടുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനൊരു ചേരട്ടിൻ്റെ അത്ര കൊണ്ടു കൊടുക്കൂല, പിന്നെ അല്ലേ പാമ്പ്. അങ്ങനെ എനിക്ക് സീർവാത്തിലാകേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ട്? ഓനാരാണ്? മുഅ്മിനാണ്, ഓനെ നടക്കൂല. മനസ്സിലായില്ലേ? ചിന്തിക്ക്. അതിനെങ്കിലും വന്നോട്ടെ, ഞങ്ങൾ ചേർ കുടിച്ചാൽ വെച്ചോട്ടെ, ഞങ്ങൾക്ക് ഒന്നും പ്രശ്നമില്ല. അള്ളാഹ് ഇഷ്ടമില്ല, ചെയ്യൂല. അപ്പൊ ഇത് റഹ്മത്താണ്. റഹ്മത്ത് ഇന്നും നാളെ ചോദിച്ചു വാങ്ങണം. എനിക്ക് 1000 സ്വലാത്ത് ഹബീബിന്റെ മേലെ എല്ലാ ദിവസവും ചൊല്ലണം. ഇന്നും നാളെ റഹ്മത്താണ്, ചോദിച്ചു വാങ്ങണം. ദുനിയാവിലെ റഹ്മത്ത് മാത്രമല്ല, കുട്ടികളെ കെട്ടിക്കണം, അതും ചോദിച്ചോ. വരണ്ടാക്കിയില്ല, അത് ചോദിച്ചോ. കിണറ്റിൽ വെള്ളമില്ല, ചോദിച്ചോ. പരിഹാരം പഠിച്ചുണ്ടാക്കി തരും. ചിന്തിക്കേണ്ട ആ ഒരു വഴി ഉണ്ടാക്കി തരും. ഇത് പഠിക്കണ്ട. നാളെ മഗ്‌രിബായാലോ ചോദിച്ചോ. എന്ത് കുറ്റത്തിനൊക്കെയാണ്? യബ്ന ആദം, ആദമിന്റെ മകനെ, ലൗ ബാരി, എനിക്ക് പ്രശ്നമില്ല. ലൗ ബലഗത്ത് ദുനൂബുക, നിന്റെ ദോഷങ്ങൾ എത്തി ഐനാനസമായി, ആകാശത്തിന്റെ മുകൾ പരപ്പ് വരെയാണെത്തി. നിന്റെ മനസ്സിലായില്ലേ? നിന്റെ കുറ്റം വളർന്ന് അതായത് കുറ്റം ചെയ്ത് എവിടേക്കെത്തി? ഭൂമിയൊക്കെ നിറഞ്ഞിട്ട് ആകാശത്തിന്റെ മുകൾ പരപ്പ് വരെ കുറ്റം ചെയ്താലും ലൗബാലി ഞാൻ പ്രശ്നമാക്കൂല. എപ്പോൾ പ്രശ്നമാക്കൂല. യബ്ന ആദം, ആദമിന്റെ മകനെ സുമ്മസ്തഗ്ഫർതനി, നീ എന്നോട് പൊറുക്കലിനെ തേടിയാൽ ഗഫർതുലക, ഞാൻ നിനക്ക് തരും. അപ്പൊ ഏത് കുറ്റത്തിൽ എന്തും ഇനി എന്താ പറയുള്ളത്? അതിന് വേണ്ടി മാത്രമാണ് അടുത്ത വത്ത്. എന്ത് ചെയ്താലും നാട്ടുകാരത് പിന്നെയും പറയും. ഓൻ പിന്നെ നിങ്ങൾക്കറിയില്ല ഓൻ്റെ കാര്യം. ഓൻ ഒരുത്തിനെയും കൊണ്ട് നടന്നിരുന്നില്ല. ഓനല്ലേ ഇപ്പോൾ അവിടെ ആളായി വന്നിക്കണം. ഓനെ പള്ളി കമ്മിറ്റിയിൽ എടുക്കുക, ആയിക്കോട്ടെ, വേണ്ട. നാട്ടുകാരൊക്കെ പറയും അള്ളാഹു തീർക്കുന്നു. മനുഷ്യന്മാർ മറക്കൂല. ഇതിൽ തെറ്റ് ചെയ്താൽ മനുഷ്യൻ മറക്കൂല. അവൻ പിന്നെയും പറഞ്ഞുകൊണ്ടേ വെക്കും. അള്ളാഹു തലയോ അവർ തരും. ഏത് തെറ്റും
എത്ര തെറ്റ്, എത്ര തെറ്റും, എത്ര അളവ്, എത്ര അളവും. ഞാൻ ഒരു പ്രശ്നമാക്കുകയും ഇല്ല, എനിക്കത് വിഷയമേ അല്ല.